ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഹായ് കൂട്ടുകാരെ, വാഹനം കൊണ്ട് സംഭവിക്കുന്ന മണ്ടത്തരങ്ങളും രസകരവുമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആര് കണ്ടാലും നോക്കി നിന്ന് പോകുന്ന വളരെ വെറൈറ്റി ഉള്ളൊരു ഡിസൈൻ വേണം, അതായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. എന്തായാലും ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. അത്ര പെട്ടെന്നൊന്നും കിറ്റാച്ചി മറിയില്ല എന്നൊരു ധാരണ എല്ലാവർക്കുമുണ്ട് ഇല്ലേ? എന്നാൽ അത് ഓടിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിലാണെങ്കിൽ മാത്രമാണ്. വെള്ളത്തിലൂടെ മുങ്ങിക്കുളിച്ചു വരുന്ന മുങ്ങിക്കപ്പലുകൾ എന്ന് തോന്നാം, എന്നാൽ അല്ല, ലോറിയാണ്. അതും വെള്ളമല്ല, നല്ല കട്ട ചെളി എന്ന് വെച്ചാൽ പായസം പോലെ ഇരിക്കുന്ന ചെളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ ലോറി വരുന്നത്. അതാ ഫുള്ള് പുകയുന്നുണ്ട്. ഇതൊക്കെ ഇനി ഓടുവോ? ഡോറിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ചെറിയൊരു ശക്തിക്ക് അടയ്ക്കണേ എന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. പൊളിച്ച് കൈ തന്നിട്ടുണ്ട്. വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞു, ഓക്കെ ആയിട്ടുണ്ട്, ഇനിയൊന്ന് സ്റ്റാർട്ടാക്കിയെന്ന് പറ്റിയ സ്ഥലത്താണ് ഇരുന്ന് പറഞ്ഞത്. ഇതെങ്ങനെയാണ് ഈ ബാക്ക് ടയർ എങ്ങനെ ഇങ്ങനെയായി? എന്തായാലും ഡ്രൈവറുടെ കഴിവ് അപാരം. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാണ്. ഒരു റേസിംഗ് ആണ് കാണിക്കുന്നത്. ജയിക്കുമെന്ന് ഉറപ്പായി. എന്നാ പിന്നെ ഒന്ന് കൈയെടുത്ത് ഒന്ന് സന്തോഷിച്ചേക്കാം എന്ന് വിചാരിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ നടന്നത് ചരിത്രം. കൂട്ടുകാരന് ഒരാഗ്രഹം, തിരമാല കാണണം. അടുത്ത് കടലൊന്നുമില്ല, പിന്നെ ഇത് മാത്രമേ വഴിയുള്ളൂ. നല്ല അസല് തിരമാലയാണ്. ഇനി കൂട്ടുകാരൻ തിരമാല കാണണമെന്ന് പറയില്ല. വളരെ കഷ്ടപ്പെട്ട് ജീപ്പ് എടുത്ത് നിവർത്ത് വെച്ചത് നല്ല ഇറക്കത്തിലേക്കാണ് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ജീപ്പ് ഉരുണ്ടുരുണ്ട് താഴേക്ക് പോകുന്നത് നോക്കി എങ്ങനെ നിൽക്കാനല്ലാതെ വേറെ എന്ത് പറ്റാം? എന്നാൽ ജീപ്പ് തനിയെ നൂർന്നു കേട്ടോ. എല്ലാവർക്കും സന്തോഷമായി. അതിനുള്ളിൽ ആളുണ്ടെന്ന് തോന്നുന്നു. അതാ എങ്ങനെ ഇരിക്കണം. വളരെ കൂളായിട്ട് ലോറി ഓടിച്ച് പോവുകയാണ്. അപ്പോഴാണ് മുകളിൽ കൊണ്ടുവന്ന് റോഡ് പണിത് വെച്ചേക്കുന്നത്. ഇത് റോക്കറ്റ് വിക്ഷേപണത്തിന് വേണ്ടി റെഡിയാക്കി വെച്ചേക്കുന്ന ലോറിയൊന്നുമല്ല. നമ്മുടെ ഡ്രൈവർക്ക് ഒന്ന് ചന്ദ്രനിലേക്ക് പോകാൻ ആഗ്രഹം തോന്നി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഒന്ന് നൊസ്റ്റാൾജി പിടിക്കാൻ കൊച്ചിൻ്റെ സൈക്കിളെടുത്ത് ചവിട്ടിയതേ ഓർമ്മയുള്ളൂ. ഇനി ആരൊക്കെ വന്ന് പിടിക്കുമോ ദൈവത്തിന് പോലും അറിയില്ല. സൈക്കിളിൽ വിടുമ്പോൾ ഒരു നേരം പോക്ക് വേണ്ടേ? അതിനാണ് ഫോൺ നോക്കിയത്. അപ്പോഴാണ് റോഡിൽ കൊണ്ടുവന്ന് കാറിട്ടേക്കുന്നത്. വലിയ വിമാനമാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്റ്റാർട്ടായില്ലെങ്കിൽ പിന്നെ ഇതേ വഴിയുള്ളൂ. എല്ലാവരും കൂടെ തള്ളി അങ്ങോട്ട് നീക്കുക. വലിയ തള്ള് കേട്ടിട്ടല്ലേ ഉള്ളൂ, കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ആ വലിയ തള്ള്.